നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം കരീം ബെൻസിമ റയൽ മാഡ്രിഡ് വിട്ടത്. പിന്നീട് അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത്തിഹാദിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ ബെൻസിമക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി ആകെ കളിച്ച 24 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 15 മത്സരങ്ങൾ ലീഗിൽ കളിച്ചപ്പോൾ 9 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ബെൻസിമ സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അൽ ഇത്തിഹാദ് എന്ന ക്ലബ്ബ് മോശം പ്രകടനമാണ് നടത്തുന്നത്. മാത്രമല്ല സ്വന്തം ആരാധകരിൽ നിന്നും ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ബെൻസിമക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല പറഞ്ഞ സമയത്ത് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ദുബായ് ടൂറിൽ നിന്നും ക്ലബ്ബ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരൽപ്പം സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് ക്ലബിനകത്ത് ബെൻസിമ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ യൂറോപ്പിലേക്ക് തന്നെ മടങ്ങി വരാൻ ബെൻസിമ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് മുൻ ക്ലബ്ബായ റയൽ മാഡ്രിഡ് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനം റയൽ മാഡ്രിഡ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബെൻസിമ എന്നുള്ളത് അടഞ്ഞ ഒരു അധ്യായമാണ്. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ റയൽ കരിയറിന് അത് വിരാമമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റയലിന്റെ വാതിലുകൾ അടക്കപ്പെട്ടു എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിരവധി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആഴ്സണൽ എന്നിവരുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഇപ്പോൾ സജീവമാണ്. ഏതായാലും താരത്തെ കൈവിടാൻ ഇത്തിഹാദ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. സൗദി അറേബ്യയിൽ എത്തിയ ഹെൻഡേഴ്സൺ 6 മാസത്തിനകം തന്നെ യൂറോപ്പിലേക്ക് തിരിച്ചുപോയ ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.